തമിഴ്നാട് കൃഷ്ണഗിരിക്ക് സമീപം പ്രദേശവാസികൾക്ക് ഭീഷണിയായി കാട്ടാനക്കൂട്ടം 15 കാട്ടാനകൾ അടങ്ങുന്ന സംഘം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ദൃശ്യങ്ങൾ വിനയ് ഉണ്ട് വിവരങ്ങളുമായി. വിനയ്, ഇവിടെ എന്താ നേരത്തെ ആനയുടെ ആക്രമണത്തിൽ ആരെങ്കിലും മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിരുന്നോ? ദിവീഷ്, ഇതിപ്പോൾ തമിഴ്നാട് കൃഷ്ണഗിരിക്ക് സമീപം ഹൊസൂരിലാണ് ഇത്തരത്തിൽ 15 കാട്ടാനകൾ അടങ്ങുന്ന സംഘം തമ്പടിച്ചിരിക്കുന്നത്. ഹൊസൂരിന് സമീപം ചനമാവ്, തേങ്കനിക്കോട്ട, ജവളഗിരി, അഞ്ചട്ടി ഈ പ്രദേശങ്ങളിലാണ് ഈ ജനജീവിതം ദുസ്സഹമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മേഖലയിൽ ഉണ്ടായ ഒരു ഒറ്റയാന്റെ ആക്രമണത്തിൽ വഴിയാത്രക്കാരിയായ യുവതി മരിച്ചിരുന്നു. ഭർത്താവിനൊപ്പം ബൈക്കിൽ പോകുകയായിരുന്ന യുവതിയാണ് മരിച്ചത്. ആന നേരിട്ട് ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ഈ യുവതിയുടെ മൃതദേഹവുമായി പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ വനപാലകരെ നിയോഗിച്ചിട്ടുണ്ട്. കാട്ടാനകൾ എത്രയും വേഗം വനമേഖലയിലേക്ക് തുരത്തി ഓടിക്കണമെന്നാണ് ജനവാസികളുടെ ആവശ്യം. ഈ ഒറ്റയാൻ പക്ഷേ ഈ കൂട്ടത്തിലുള്ളതല്ല എന്നാണ് നിഗമനം. കാരണം ഒറ്റയാൻ മറ്റൊരു മേഖലയിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ 15 കാട്ടാന അടങ്ങുന്ന സംഘം കൂടി എത്തിയതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ കാട്ടാനകളെ ഓടിച്ച് മാറ്റണമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഗതാഗത തടസ്സമൊക്കെ ആണോ വിനയ്? ഈ കാട്ടാന ഇറങ്ങിയിരിക്കുന്ന മേഖലയിൽ ജനജീവിതം ദുസ്സഹമാണ്. പക്ഷേ ഗതാഗത തടസ്സമൊന്നുമില്ല. ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്. ആനകൾ ഇറങ്ങുന്ന മേഖലയിൽ പോലീസുകാരെല്ലാം വനപാലകരെല്ലാം നിയോഗിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഗതാഗത തടസ്സമോ മറ്റ് നാശനഷ്ടമോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസം മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ഹൊസൂരിൽ നടന്നത്.